നമസ്തേ, കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കഥ ആൺകുട്ടിയായ പെൺകുട്ടി. അങ്ങനെയുണ്ടോ? ഉണ്ടല്ലോ. കുറേ കാലം ആൺകുട്ടിയാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ പെൺകുട്ടിയാവും. ഇപ്പോൾ ധാരാളം കാണാനുണ്ട്. ചില കുട്ടികൾ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്കൊരു തോന്നൽ, അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ ആൺകുട്ടികളുടേതാകും. പെൺകുട്ടിയായി ജീവിച്ചവർ പലരും ആൺകുട്ടികളാകും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ആൺകുട്ടികളായി ജീവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് അവരുടെ ശരീരത്തിലെ മാറ്റം ആൺകുട്ടിയുടേതാകുന്നില്ല, പെൺകുട്ടിയുടേതായി മാറുന്നു. അതായത് ലിംഗവ്യത്യാസത്തിൽ മാറ്റം വരുന്നു. അതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതി. ഇതൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. പണ്ട് പുരാണത്തിൽ നടന്നൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആൺകുട്ടിയായിട്ടുള്ളത് പെൺകുട്ടിയായ കഥ. അതായത് ഈ മന്വന്തരങ്ങൾ എന്ന് പറയുന്ന 16 മന്വന്തരങ്ങളുണ്ട്. 16 മനുക്കളുണ്ട്. വൈവസ്വത മനു, സാവർണിക മനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുക്കളിൽ ഒരാളായ ഒരു മനുവിൻ്റെ കാലത്തുണ്ടായ കഥയാണ്. അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ രാജ്ഞിയോട് മനുവിൻ്റെ രാജാവിൻ്റെ ഭാര്യ വ്രതശുദ്ധിയോടുകൂടി തപസ്സൊക്കെ ചെയ്തു. അങ്ങനെ വ്രതമൊക്കെ നോറ്റി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷിയോട് പറയുന്ന വ്രതങ്ങളൊക്കെ എടുത്തു. അദ്ദേഹത്തെ തപസ് ചെയ്ത് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. യാഗം നടത്തി. വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി യാഗം നടത്തി. ഒരു ആൺകുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് യാഗം നടത്തി രാജ്ഞി ഗർഭിണിയായി. യാഗത്തിൻ്റെ ഫലം ലഭിച്ചുല്ലോ എന്ന് കരുതി എല്ലാവരും സന്തോഷിച്ചു. ഗർഭം ഉണർന്നു. രാജ്ഞി പ്രസവിച്ചു. കുട്ടി പെൺകുട്ടിയായി ഇനിയിപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? നോക്കാതെ പറ്റുമോ? സന്തോഷിക്കാതെ പറ്റുമോ? ഒരു കുട്ടിയില്ലാത്തടത്തൊരു പെൺകുട്ടിയല്ലേ ഉണ്ടായത് എന്ന് കരുതി രാജാവും രാജ്ഞിയും സന്തോഷിച്ചെങ്കിലും രാജാവിന് ഉള്ളിലൊരു വിഷമം. ഞാൻ ആൺകുട്ടിക്ക് വേണ്ടിയല്ലേ യാഗം ചെയ്തത്, എന്നിട്ട് ഇപ്പം എനിക്കുണ്ടായത് പെൺകുട്ടിയാണല്ലോ. ഇതൊന്നൊരു കഷ്ടം എന്ന് കരുതി ഉടൻ തന്നെ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് പരാതിയായിട്ടല്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലല്ലോ മഹർഷി, അങ്ങും വന്ന് യാഗം ചെയ്തു തന്നിട്ട് ഞാനങ്ങ് മോഹിച്ചു, എനിക്കുണ്ടാവണ കുട്ടി ആൺകുട്ടിയാവുന്നു, അപ്പം പെൺകുട്ടിയാണ്, എന്താ ചെയ്യണേ? അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഞാനൊരു സൂത്രം പ്രയോഗിച്ചോക്കട്ടെ, ചിലപ്പോൾ ഈ പെൺകുട്ടി ആൺകുട്ടി അയക്കും എന്ന് കരുതി വസിഷ്ഠ മഹർഷിയുടെ സഹായത്തോടെ അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ഇള എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഒരു ആൺകുട്ടിയാക്കി മാറ്റി. ആൺകുട്ടിയാക്കി രാജാവിനൊക്കെ വളരെ സന്തോഷമായി, രാജ്ഞിക്ക് സന്തോഷമായി. അനന്തര അവകാശിയായിട്ടൊരു രാജകുമാരൻ. സന്തോഷിക്കാണ്ട് പറ്റുമോ? നല്ല കാര്യം, സന്തോഷിക്കാണ്ടിരിക്കുമോ? ആരായാലും നല്ലൊരു രാജകുമാരൻ. ആ രാജകുമാരന് യഥാവിധി ഇങ്ങനെ വിളിച്ച് എല്ലാവരെയൊക്കെ വിളിച്ച് അറിയിച്ച് പേരിട്ടത് എന്താണെന്നറിയാമോ? സുദ്മന്വൻ എന്ന് പേരിട്ടു. ഈ സുദ്മന്വ രാജകുമാരൻ അങ്ങനെ കൊട്ടാരത്തിൽ സുഖസുന്ദരമായിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവമുണ്ട്. കൈലാസത്തിലാണല്ലോ നമ്മുടെ മഹാദേവനും പാർവതിയൊക്കെ ജീവിക്കണേ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തമാശയുണ്ട്. ഒരു ദിവസം ടൂറ് പോകും. ഇപ്പോഴത്തെ ആൾക്കാർ ടൂറ് പോകണ പോലെ അവരും അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ അവർക്ക് തോന്നും അവരേനിപ്പം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാദേവ എന്നും പറഞ്ഞ് പിന്നെയും പരാതികളും നിവേദനങ്ങളൊക്കെ കിട്ടില്ലേ, അതുകൊണ്ട് അവർ വേഷം മാറി പോകും. അങ്ങനെ പലപ്പോഴും വേഷം മാറി പോവാറുണ്ട്. അങ്ങനെ ആനയുടെ വേഷത്തിൽ പോയി ഇപ്പോൾ രണ്ടുപേരും കൂടി ആനയായിട്ട് അങ്ങോട്ട് ജീവിച്ചു. അപ്പോഴുണ്ടായ പുത്രനാണെന്നാണ് പറയണത് ഗണപതി ഭഗവാൻ. ആനയുടെ മുഖമല്ലേ? അങ്ങനെ ഗണപതി ഭഗവാന്റെ ഉത്ഭവം അങ്ങനെ ആണ്. ആ കഥയൊക്കെ വലിയ കഥയാണ്, പിന്നെ പറയാം കേട്ടോ. അതുപോലെ കുരങ്ങന്മാരായിട്ട് പോയി കാട്ടിലൂടെ, മരത്തിൽ കൂടെയൊക്കെ ചാടി വളർന്ന കാട് മുഴുവൻ കാണാനായിട്ട് ഏറ്റവും സൗകര്യം കുരങ്ങനാവണതല്ലേ. കുരങ്ങനായിട്ട് പോയി. അങ്ങനെയായി കുറച്ച് നാൾ കഴിഞ്ഞ് പാർവതി ഗർഭം ധരിച്ചു. പാർവതി നല്ല വിളിക്കാൻ തുടങ്ങി, അയ്യോ ഞാൻ ഉണ്ണിക്കുരങ്ങനെ പ്രസവിക്കണോ? മഹാദേവ അതെന്താ എന്നും പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോൾ ആ ഗർഭം എടുത്ത് കൊടുത്തു മാറി. അഞ്ജന എന്ന് പറയുന്ന ഒരു വാനരസ്ത്രീയുടെ ഗർഭത്തിലേക്ക് കയറ്റി വിട്ടു. അങ്ങനെ അവിടെ ഗർഭം പൂർത്തിയായി പ്രസവിച്ചുണ്ടായ പുത്രനാണ് ഹനുമാൻ എന്നാണ് കഥ.
എന്ന പോലെ ഇപ്പം പാർവതിയും പരമേശ്വരനും കൂടിയിട്ട് ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഉദ്യാനമുണ്ട്. എവിടെ? കൈലാസത്തിന് സമീപം കുമാരവനം എന്നാണ് കേട്ടോ ആ തോട്ടത്തിന് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്യാനം. നല്ല പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന മരങ്ങൾ, പൂക്കളുണ്ടാകുന്ന മരങ്ങൾ, തടാകങ്ങൾ, നല്ല പക്ഷികൾ, ക്രൂരമൃഗങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ളൊരു കുമാരവനം എന്ന് പറയുന്ന ഒരു കാടുണ്ട്. അപ്പോൾ പാർവതിക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വല്ല മൃഗങ്ങളും കാണുമ്പോൾ ഭഗവാനെയും ഭഗവതിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഭസ്മാവിൽ വെച്ചിട്ട് അവർ വേഷം മാറി. അങ്ങനെ പാർവതി പരമേശ്വരന്മാർ വേഷം മാറിയാണ് പോകേണ്ടത്. കുരങ്ങനും ആനയൊന്നും ആയില്ല. അവർ സാധാരണ ഒരു യുവകോമള വേഷത്തിൽ ആ കാടിനകത്ത് പ്രവേശിച്ച് പ്രേമസല്ലാപം നടത്തി. എന്നാൽ പ്രേമസല്ലാപം ചുമ്മാ വർത്താനം പറഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കലേ. അങ്ങനെ പ്രേമസല്ലാപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിനകത്തേക്ക് ആരും വരില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ സല്ലാപത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ കാടിനകത്ത് പാർവതി പരമേശ്വരന്മാരുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ കണ്ട് ഈ ശുനകാദി മഹർഷികൾ അവിടെ അതുവഴി പോയപ്പോൾ അവർക്ക് ഈ കാടിൻ്റെ സൗന്ദര്യം നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി അങ്ങോട്ട് യാത്ര ചെയ്യാന്നേ എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് അങ്ങ് ഉള്ളിലേക്ക് കടന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു യുവാവും യുവതിയും പരസ്പരം വലിയ ഒരു ദുരന്ത പ്രേമസല്ലാപം നടത്തിക്കൊണ്ടിരിക്കും. മഹാദേവനും പാർവതി ഇവരെ ഇങ്ങോട്ടും കണ്ടപ്പോൾ പാർവതിക്ക് ഒട്ടും ഇഷ്ടമായില്ല. മഹാദേവനെ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് എന്ത് പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആയിട്ട് വേറെ ഒരു വിചാരവും ഇല്ല. അപ്പം മഹാദേവന് അദ്ദേഹത്തിൻ്റെ ജോലി സംഹരിക്കലല്ലേ. ഇപ്പം ആരെയും സംഹരിക്കാണ്ട് അദ്ദേഹത്തെ സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയേക്കുക ഈ കാടിൻ്റെ ഉള്ളിൽ വെച്ച് എനിക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറയാലോ എന്ന് കരുതി ദേവി വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് ആ ശനകാദികൾ ചെല്ലുന്നു. പാർവതി ദേവി ദേഷ്യം വന്നു. ശനകാദികളോടായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഇനി ഈ കാടിനകത്ത് ഏത് സ്ത്രീ ഏത് ഇത് വന്നാലും ആണുങ്ങളോ പുരുഷന്മാർ വന്നാലും അവർ സ്ത്രീകളായി പോട്ടെ നമ്മൾ ശപിച്ചു. ശനകാദികളൊക്കെ പെൺകുട്ടികളായി കുമാരികളായിട്ട് കാടിൻ്റെ പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു വഴി പോയി കഥ. അങ്ങനെയാണ് കഥ. അത് കഴിഞ്ഞിട്ട് അത് പാർവതി പരമേശ്വരന്മാർ ഈ കുമാരവനത്തിന് പാർവതി ദേവിയുടെ ശാപം കിട്ടിയതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഇള എന്ന് പറയുന്ന പെൺകുട്ടി, മനു രാജാവിൻ്റെ പെൺകുട്ടി മകള് ആൺകുട്ടിയായി മന്വനായി പേര്. ആ രാജകുമാരൻ ഒരു ദിവസം അതുവഴി പോയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും ഒക്കെ നടന്നപ്പോൾ ഈ കഥ ഈ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളാവുന്നുള്ള കഥയൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ പാട്ടും പാടി നൃത്തവും ചെയ്ത് വർത്താനവും പറഞ്ഞ് കാടിൻ്റെ ഉള്ളിലേക്കാണ് കയറിപ്പോയി. എന്തുണ്ടായി? എല്ലാവരും പെൺകുട്ടികളായി. ഇപ്പം രാജകുമാരനാ ഇളയെന്ന പെൺകുട്ടിയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കണക്കിന് ഇളയെ രാജകുമാരനാക്കി. ഇപ്പം രാജകുമാരൻ എന്താ ഇവിടെ വന്ന കുമാരവനത്തിൽ കയറി അബദ്ധപ്പറ്റി വീണ്ടും ഇളയാവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഈ അതീവ സുന്ദരിയായി മാറിയ രാജകുമാരിയെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ യുവസുന്ദരൻ ബുധൻ എന്നാണ് പേര്. ബുധൻ എന്ന് പറഞ്ഞാൽ അമ്പിളിയമ്മാവനാണ്, ചന്ദ്രനാണ്. ഈ ചന്ദ്രദേവൻ രാജകൊട്ടാരത്തിൽ വന്നിരിക്കും. അതീവ സുന്ദരനായ രാജകുമാരന് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. രാജാവ് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ അങ്ങേയറ്റം സുന്ദരനായ ഒരു രാജകുമാരനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നമ്മൾ ധാരാളം കേട്ടേക്കണം. പുരൂരവസ് എന്ന പുത്രനുണ്ടായി. അപ്പം ഇളയുടെയും ബുധൻ്റെയും പുത്രനാണ് പുരൂരവസ്. അദ്ദേഹം പിന്നീട് രാജാവാകാൻ പല പരാക്രമങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കഥയാണ്. ഇവിടെ ഇപ്പം എന്താ കാര്യം ബുധൻ്റെ ഭാര്യയായി പുരൂരവസിൻ്റെ അമ്മയായി ഒക്കെ രാജകൊട്ടാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം അത്രയും കൂടി പിടിക്കണില്ല. അദ്ദേഹത്തിന് എനിക്ക് പുരുഷനായിട്ട് ജീവിക്കാൻ തന്നെ ഇഷ്ടം. എനിക്ക് ആണുങ്ങളെപ്പോലെ നടക്കണം, എനിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കണം. പക്ഷേ എന്തു ചെയ്യും? വീണ്ടും ആ കുട്ടി വസിഷ്ഠ മഹർഷിയെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ആൺകുട്ടിയായിട്ട് ജീവിച്ചാൽ മതി.
എന്നാൽ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പെൺകുട്ടിയെ രാജകുമാരനാക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇതിലേക്ക് പോയി കുമാരവനത്തിൽ ചെന്ന് ചാടി വീണ്ടും പെൺകുട്ടിയായി. ഇനിയിപ്പോൾ ഈ മഹാരാജ്ഞിയായി, പുരൂരവസൻ്റെ അമ്മയായി, ബുധൻ്റെ ഭാര്യയായി. ബുധനൊരു ദേവനാണ്, ദേവപത്നിയാണുള്ളത്. അതുകൊണ്ട് ഇനി സ്ത്രീയായിട്ടൊക്കെ തന്നെ ജീവിക്കുക എന്നുള്ളത് പറ്റില്ല, എനിക്ക് പുരുഷനാകണം, എനിക്ക് ആണുങ്ങളെ പോലെ ജീവിക്കണം എന്നങ്ങൾ പറഞ്ഞു. അപ്പോൾ വസിഷ്ഠ മഹർഷി എന്ത് പറഞ്ഞു, എന്നാൽ നിവർത്തിയില്ല, എനിക്കിനി നിവർത്തിയില്ല, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനോട് വസിഷ്ഠ മഹർഷി എന്ന് പ്രാർത്ഥിച്ചു, മഹാറാണിയെ പുരുഷനാക്കി മാറ്റണമെന്ന്. അപ്പോൾ പരമശിവനെ ചെന്ന് ഇളയോട് പറഞ്ഞു. പരമശിവനെ ഈ പറഞ്ഞോണം വസിഷ്ഠ മഹർഷി പറയുമ്പോൾ കേൾക്കാണ്ട് വയ്യ. പക്ഷെ എന്ന് വെച്ചിട്ട് ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് അമ്മ വേണ്ടേ, പുരൂരവസന് അമ്മ വേണ്ടേ, ബുധനൊരു മഹാറാണി വേണ്ടേ, ഞാൻ ഇതിനെ ആൺകുട്ടിയാക്കി കഴിഞ്ഞ് ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക പിന്നെ കാര്യങ്ങളൊക്കെ എന്ന് കരുതി മഹാദേവൻ എന്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, 1 മാസം സ്ത്രീയായിട്ട് ജീവിക്കുക, 1 മാസം പുരുഷനായിട്ട് ജീവിക്കുക, സമ്മതമാണെങ്കിൽ അങ്ങനെ ആക്കി തരാം എന്ന് പറഞ്ഞു. അപ്പം എന്താ, ഒട്ടും ആണാവാൻ പറ്റാത്ത കാലത്ത് 6 മാസമെങ്കിലും ആണാകാൻ സാധിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് രാജ്ഞിക്ക് തോന്നി. അങ്ങനെ രാജ്ഞി 1 മാസം റാണി, 1 മാസം എന്താ പറയണ്ടേ, രാജകുമാരെന്ന് പറയാൻ പറ്റുമോ, രാജാവെന്ന് പറയാൻ പറ്റുമോ, എന്താ പറയണ്ടേ, സുദ്യുമ്നൻ, രാജകുമാരൻ സുദ്യുമ്നനായിട്ട് ജീവിക്കും. ഇങ്ങനെ വിചിത്ര വരം ലഭിച്ചിട്ടുള്ള ഇള പുരുഷനാകുന്ന മാസം രാജ്യകാര്യങ്ങളൊക്കെ നോക്കി, അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രായമായിട്ട് മനു മരിച്ചു, പിന്നെ അടുത്ത് രാജ്യകാര്യമൊക്കെ നോക്കി നടത്തും. നല്ല അന്തസ്സുള്ള രാജാവായിട്ട് സിംഹാസനത്തിലിരുന്ന പ്രജകളെയൊക്കെ അങ്ങോട്ട് ഭരിക്കും. 1 മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ ബുധൻ എന്ന ദേവൻ്റെ ഭാര്യയായിട്ട് അന്തഃപുരത്തിൽ രാജ്ഞിയായിട്ട് അടങ്ങി ഒതുങ്ങി അങ്ങോട്ട് ജീവിക്കും. 1 മാസം കഴിഞ്ഞാൽ ഒട്ടനെ ഉയർത്തെഴുന്നേറ്റു രാജാവായിട്ട്, രാജകുമാരനല്ലേ. അങ്ങനെ പോയി സുദ്യുമ്നൻ പിന്നീട് പ്രായമായപ്പോൾ കാട്ടിൽ പോയി വനവാസം ചെയ്തു, തപസ് ചെയ്തു, അങ്ങനെ സായുജ്യം നേടി എന്നാണ് കഥ. അപ്പം എന്താ, ഇള എന്ന പെൺകുട്ടി സുദ്യുമ്നനായി, സുദ്യുമ്നൻ കുമാരവനത്തിൽ പ്രവേശിച്ചു, വീണ്ടും ഇളയായി. ബുധനുമായിട്ടുള്ള വിവാഹം നടന്നു, പുരൂരവസ് എന്ന പുത്രനും ജനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സുദ്യുമ്നനായി രാജ്യം ഭരിച്ചു. അതേസമയം ഇളയായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട് അങ്ങനെയും ജീവിച്ചു. പ്രായമായപ്പോൾ തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോയി. ഇതാണ് കഥ, ആൺകുട്ടിയായ പെൺകുട്ടിയുടെ കഥ. ഈ കഥ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, രസകരമായ കഥയല്ലേ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആ അമ്മ വരെ ചെയ്തു അല്ലേ, പിന്നെയും പോയി, പിന്നെ രാജാവായി, രാജ്യം പിടിച്ചു. അങ്ങനെയുള്ള കഥയാണ്. അപ്പോൾ ഈ കഥ കേൾക്കാനായിട്ട് ആകുന്നത്ര സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, കഥ കേൾക്കുക. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.